മുൻപഞ്ചായത്ത് തോറ്റിട്ടില്ല. കമ്മീഷനെ വെച്ച് സർക്കാരല്ലേ. സർക്കാർ ഈ കമ്മീഷനെ വെക്കുമ്പോൾ തന്നെ ഞങ്ങൾ അതിനെക്കുറിച്ചൊരു മുൻധാരണ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഒരു കമ്മീഷൻ, നിസാർ കമ്മീഷൻ വന്നതിൻ്റെ കുഴപ്പം തീർക്കാൻ വേണ്ടിയാണ് ഈ കമ്മീഷൻ വെച്ചത്. ഈ കമ്മീഷൻ വേണ്ട എന്ന് ഞങ്ങൾ പറയാൻ കാരണം ഈ രീതിയിലാവുമെന്ന് വിചാരിച്ചല്ല, ഒരുപാട് സമയം വേസ്റ്റാവും എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനൊരു കമ്മീഷൻ വേണ്ട എന്ന് ഞങ്ങൾ പറയുകയും അതിൻ്റെ പ്രതിഷേധം അന്നിവിടെ പന്തംകൊളുത്തി പ്രകടനമായിട്ടൊക്കെ നടത്താൻ ചെയ്തിരുന്നു. അങ്ങനെ കമ്മീഷൻ വെച്ച് സമയം കളയുന്ന രീതി അല്ല, പ്രശ്നങ്ങൾ തീർക്കുക എന്നുള്ളതാണ്. ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ തോൽവിയാണ്. സർക്കാർ വെച്ച കമ്മീഷനെ കോടതി, സർക്കാരിൻ്റെ പ്രശ്നം തീർക്കാമല്ലോ, പിന്നെ കമ്മീഷൻ്റെ ആവശ്യം എന്താണെന്നാണ് കോടതി കണ്ടെത്തിയത്. ഇറങ്ങിപ്പോകണം എന്നുള്ളൊരു ആശങ്കയുണ്ടോ? എവിടെ ഇറങ്ങിപ്പോവാൻ? 88 ഞങ്ങൾക്ക് ഈ ഭൂമി തരാൻ കാരണം ഫറൂഖ് കോളേജ് ഒരുപാട് പണി നോക്കി ഇവിടുന്ന് ഞങ്ങളെ ഇറക്കി വിടാനായിട്ട്. അന്ന് ഞങ്ങൾ 180ഓളം വീട്ടുകാരുള്ളു. അന്ന് നടന്നിട്ടില്ല. ഈ മണ്ണ് ഞങ്ങളുടെ മണ്ണാണ്. കാട് ആരുടെതാണ്? കാടിൻ്റെ മക്കളുടെ. കടലാരുടെയാണ്? കടലിൻ്റെ മക്കളുടെ. ഈ കടലിൽ വെച്ച മണ്ണ് ഇവിടുത്തെ സാധുക്കളുടെ മണ്ണാണിത്. ഇത് വർഷങ്ങളോളം ഞങ്ങൾ കേസ് പറഞ്ഞ് 10-40 വർഷം ഫറൂഖ് കോളേജായിട്ട് കേസ് പറഞ്ഞ കേസെല്ലാം ഫറൂഖ് കോളേജ് ജയിക്കുകയും ഫറൂഖ് കോളേജിൻ്റെ ഭൂമിയാണെന്ന് കോടതികൾ കണ്ടെത്തി. പിന്നീട് അവർ പറഞ്ഞ വില കൊടുത്ത് ഞങ്ങൾ ഭൂമി വാങ്ങി. 35 വർഷം കഴിഞ്ഞ് എല്ലാവിധ റവന്യൂ അവകാശത്തോടു കൂടിയാണ് ഞങ്ങളിവിടെ ജീവിച്ചത്. ഇപ്പോൾ ഒരു 3 അക്ഷരത്തിൻ്റെ പേരും പറഞ്ഞ് ഇവർ ഈ ഭൂമി പിടിച്ചെടുക്കാൻ നടക്കുന്ന അവരോട് എനിക്ക് പറയാനുള്ളത്, 1 രൂപയുടെ ചെലവ് അവർക്കുണ്ടോ ഈ ഭൂമിക്ക്? ഈ ഭൂമിയിൽ 1 രൂപ ഈ വഖഫ് ബോർഡ് ചെലവാക്കിയിട്ടുണ്ടോ? വഖഫ് ഭൂസംരക്ഷണ ചെലവാക്കിയിട്ടുണ്ടോ? ഈ കാണുന്ന മുഴുക്കനും ഞങ്ങളുടെ സമരങ്ങളെല്ലാം നടത്തിയിട്ടാണ് റോഡ്, പാലം, വൈദ്യുതി, വാട്ടർ കണക്ഷൻ, വികസനം എല്ലാം വന്നത്. ഇവർക്കാർക്കും 1 രൂപയുടെ ചെലവില്ല. ആയില്യം തിരുനാൾ രാജാവ് പാട്ടത്തിന് കൊടുത്ത ഭൂമി തരികട കാണിച്ച് ഇവരുടെ ആക്കി എടുത്തു. സേട്ട് കൊടുത്തപ്പോൾ ഒരു 3 അക്ഷരം അതിനകത്ത് ഉണ്ടായിരുന്നു, വഖഫ്. ഇപ്പം ആ വഖഫിൻ്റെ പേരും പറഞ്ഞ് ഇവർ വന്നത് സകല നിയമത്തിൻ്റെ മുകളിലാണ് വഖഫ്. അതവർക്കറിയാം. 95-ൽ നരസിംഹറാവു ചെയ്തു വെച്ച ആ നിയമം ഉപയോഗിച്ചുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട തൊഴിലാളികളെ പിഴിയാനായിട്ടാണ് ഇവരുടെ ഉദ്ദേശമെങ്കിൽ അതിനെ കൂട്ടായി നിൽക്കുന്ന അവരെല്ലാം എന്നേക്കാട്ട് അവസാനിച്ചു പോകും. കാരണം ഇതെല്ലാം ഇവിടെ കാണുന്ന 610 കുടുംബങ്ങളല്ല, 1.5 ലക്ഷം ക്രിസ്ത്യൻസ് ഉണ്ട് ഇവിടെ. 1.5 കോടി ക്രിസ്ത്യാനികളുണ്ട് ഇവിടെ. അതോടൊപ്പം തന്നെ ഹിന്ദുക്കളുമുണ്ട്. ഒരു ഭാഗം മുസ്ലിങ്ങളും ഞങ്ങൾക്ക് സപ്പോർട്ടാണ്. ഇവർ ആരെങ്കിലും എന്തെങ്കിലും രീതിയിൽ ഈ വരാൻ പോകുന്ന വഖഫ് ഭേദഗതി ബില്ലിനെ എതിർക്കാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ അവർ സ്വയം മനസ്സിലാക്കിക്കോ, അവരുടെ രാഷ്ട്രീയ ജീവിതം അതോടെ അവസാനിക്കും. കാരണം ഇത് കേരളം മൊത്തം നോക്കിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഒരു മണ്ഡലത്തിൽ പോലും ഇവർക്ക് ഒരെണ്ണത്തിന് ജയിച്ചു കയറാൻ പറ്റൂല. വരുന്ന ഇലക്ഷനാണ് വരുന്നത്. എത്രയും വേഗം ഞങ്ങളുടെ പ്രശ്നം തീർക്കുക. വരുന്നവരെല്ലാം എല്ലാവർക്കും സമവായത്തോടുകൂടി എല്ലാവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് വഖഫ് ബോർഡിൻ്റെ ആയാലും ഞങ്ങളുടെ ആയാലും ഒരു പക്ഷത്ത് നിൽക്കാണ്ട് അത് പ്രശ്നം പരിഹരിക്കാൻ നോക്കിയാൽ അവർക്ക് നല്ലത്. ഇല്ല എങ്കിൽ ഞങ്ങൾക്കിപ്പോൾ കടപ്പാടത്തിൻ്റെ വിഷയം ആണുള്ളത്. ഈ കടപ്പാടത്തിൻ്റെ വിഷയം ഞങ്ങൾ കേരള സമൂഹം മൊത്തം ഞങ്ങളുടെ കൂടെയാണ്. അവർ എത്രയും പെട്ടെന്ന് ഇതിനെതിരെ നിൽക്കാണ്ട് സർക്കാരായാലും ഈ പ്രശ്നം പെട്ടെന്ന് തീർക്കുക. അതായിരിക്കും ഉചിതം. സർക്കാർ അപ്പീലിന് പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർക്കാർ അപ്പീലിന് പോകുമെന്നെല്ലാം പറഞ്ഞു. ഏജിനെ കാണാൻ വേണ്ടി ഞാൻ കയറിയിരുന്നു. അപ്പോൾ ഏജ് ഇല്ല. സർക്കാരിൻ്റെ മാനം കാക്കേണ്ട കാര്യം സർക്കാരുണ്ടല്ലോ. മിക്കവാറും സർക്കാർ അപ്പീൽ കൊടുക്കാൻ സാധ്യതയുണ്ട് ഡിവിഷൻ ബെഞ്ചിൽ. അങ്ങനെ കൊടുത്ത് ഇനിയും സമയം കളയാണ്ട് സർക്കാർ എന്തെല്ലാം മാർഗങ്ങളുണ്ട് അവസാനിപ്പിക്കാനായിട്ട്. വഖഫ് ബോർഡിൻ്റെ ചെയർമാനോട് ഈ പ്രശ്നം തീർക്കാൻ പറഞ്ഞാൽ തീർക്കാവുന്ന വിഷയമല്ലുള്ളൂ. ഗവൺമെൻറ്റിന് വിചാരിച്ച് തീർക്കാൻ പറ്റില്ല. എന്തെല്ലാം വിഷയങ്ങളിവിടെ തീരുന്നു. ഇത് മാത്രം തീരാത്ത കാര്യം എന്താണ്? ഞങ്ങൾ 3 വർഷം ഇത് കണ്ടില്ലേ? പൊരിഞ്ഞ വെയിലത്ത് ഞങ്ങളുടെ സഹോദരന്മാരും ഇവിടെ ഇരിക്കുന്നത് ഒരു തുള്ളി വെള്ളം കുടിക്കാണ്ട് ഒരു തട്ടിപ്പുമില്ലാത്തൊരു സമരമാണ് നടക്കുന്നത്. അവർ 9 മണിക്ക് ഇരുന്നാൽ 5 മണിയാവുന്ന ഒരു വെള്ളം പോലും കുടിക്കാണ്ടാണ് അവരിയ്ക്കുന്നത്. നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
അതിന്റെ വിജയം വരെയും ഇവര് ഞങ്ങൾ മുഖ്യമന്ത്രി സമരം നിർത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞ പള്ളിയുടെ അകത്തല്ലേ അത് ഞങ്ങൾ സമരം കുറക്കുക, അങ്ങനെ ഞങ്ങൾ 80% കുറച്ചു. പല സ്ഥലങ്ങളിലോട്ട് ഞങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞു വരണ്ട, മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് സമരം നിർത്താനാണ്. എങ്കിലും ഞങ്ങൾ പേരിന് ഇത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഇത് ഇങ്ങനെ ആളിക്കത്തിക്കാനും ലൈവായിട്ട് നിർത്താനും ഒരു മടി ഞങ്ങൾ കാണിക്കില്ല.